ലാസ്റ്റ് ചാപ്റ്റർ അല്ലേ എടുത്തോണ്ടിരിക്കുന്നേ? Yes, ma'am. 10. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അല്ലേ? അതെ. PDF കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? Okay. Very good afternoon to all. Good afternoon. പ്രേയറിന് റെഡിയാണോ? റെഡിയാണ് മാം. ഓക്കെ. ആരാണ്? ദീപിക. ദീപിക എവിടെയായിരുന്നു വന്നിട്ട്? മാം ഞാൻ കോഴിക്കോടാണ്. എന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ട് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. കുറച്ചായി. അമ്മ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. എന്ത് പറ്റി? അമ്മയ്ക്ക് ഒരു പനി വന്നിട്ട് ഇൻഫെക്ഷൻ കൂടിയിട്ട് ബ്രെയിനിലോട്ട് വന്നു. ഓക്കെ ആയോ? ഇപ്പൊ ഡിസ്ചാർജ് ആയി. ഓക്കെ ആയിട്ടില്ല. ഓക്കെ ആയിട്ട് വേണം എനിക്ക് അങ്ങോട്ടേക്ക് പോകണം. ഹസ്ബൻഡ് അങ്ങോട്ടേക്ക് പോവാൻ. പത്തനംതിട്ടയിലാണ്. ശരി. ഓക്കെ, പ്രേയർ സ്റ്റാർട്ട് ചെയ്തോളൂ. കരുണാ മുരളീധാരാ മനസ്സിനിരയ്ക്കുക കണ്ണാ കരുണാ മുരളീധാരാ ഗോകുലമണിയും മണിയും നീയേ ഗോപികാഹൃദിനിനവും നീയേ വൃന്ദാരണ്യ പൂക്കളിൽ നിറവും മണവും മധുവും നീയേ കാളിയമർദ്ദക ഞങ്ങളുടെ കൺകളിൽ അമൃതെഴുതൂ നിൻമിഴിയാൽ കരുണാ മുരളീധാരാ ധർമ്മധർമ്മരണങ്ങളിൽ ഞങ്ങളുടെ കൺമിഴി തെളിയാനീളേ നിത്യനിരാമയ ശംഖുനി പോലെ ഒഴുകാവൂ നിൻ സ്മരണ കരുണാ മുരളി ധാരാ മനസ്സ് നിറയ്ക്കുക കണ്ണാ കരുണാ മുരളി ധാരാ. Good afternoon, everyone. Good afternoon. Good afternoon. Yes. Thought of the day. Ma'am, ഞാനാണ് മാം. Thought of the day. Be kind and respectful to others or to focus on the positive in your life. മറ്റുള്ളവരോട് ദയയും ബഹുമാനവും കാണിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പോസിറ്റീവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. താങ്ക് യു. സൈനിങ് ഞാനാ മിസ്സേ. സ്പീക്ക് വിത്ത് യുവർ ഹാൻഡ്സ്, കണക്ട് വിത്ത് യുവർ ഹാർട്ട്. നിങ്ങളുടെ കൈകൊണ്ട് സംസാരിക്കുക, നിങ്ങളുടെ ഹൃദയവുമായി ബന്ധിപ്പിക്കുക. സൈൻ ഇൻ ബൈ രേഷ്മ. ഗുഡ് ആഫ്റ്റർനൂൺ. ഒരുപാട് നാളായി കണ്ടതുപോലെ അല്ലേ? ഗുഡ് ആഫ്റ്റർനൂൺ. ഇഷാന. ഇനി കുറച്ചു നാളും കൂടി ഉള്ളൂ കാണാൻ അല്ലേ? നമുക്ക് നേരിൽ കാണണം ഇൻഷാ അല്ലാ. നേരിൽ കാണണം ഇൻഷാ അല്ലാ പറയാ. നേരിൽ കാണണം. ഇനി എന്താ പ്രാക്ടിക്കൽ സെക്ഷന് അങ്ങോട്ട് വരേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വരണം. അല്ല, ഇനി കോൺവെക്കേഷൻ
സെറിമണി ഉണ്ട്. അതിന്റെ മുന്നേ ഞങ്ങളുടെ പ്രാക്ടിക്കൽ സെക്ഷൻ ഉണ്ട്. അപ്പൊ അതൊക്കെ ആവുമ്പോ കാണണം, നേരിൽ കാണണം എന്ന് ആഗ്രഹമുണ്ട് പറയാം. ഓക്കെ, ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ വരാം. ബാക്കി ഡീറ്റെയിൽസ് ആയിരിക്കും ചിലപ്പോൾ അറ്റൻഡ് ചെയ്യുന്നത്. അശ്വിൻസ് ആയിരിക്കുള്ളൂ. അതെയോ? ആ. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരുടെ ടീച്ചർ പ്രാക്ടീസ് കഴിഞ്ഞോ? ആ, കഴിഞ്ഞ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തോ ഇന്റേൺഷിപ്പ്? ഇല്ല മിസ്സേ, പോയിട്ടില്ല. പോയിട്ടില്ല. ഞാനാ ചെയ്യാനുള്ളത്. ഞാൻ ചെയ്തില്ല മിസ്സേ. ഞാൻ വേറെ ചെയ്തില്ല ആരൊക്കെ മിസ്. ഉണ്ട് ചെയ്യാൻ. ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും പോവാൻ പറ്റിയെങ്കിൽ പോണം കേട്ടോ. ആ, പോവാം മിസ്സേ. സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. വീട്ടില് ചില സ്കൂളില് സർട്ടിഫിക്കറ്റ് വേണമെന്നില്ല, അല്ലാതെ തന്നെ ചില സ്കൂളില് ഇപ്പൊ നമുക്ക് ഡിലേ ഉണ്ടെങ്കിൽ അത് വരുന്നവരെയായാലും ഒരു കയറ്റും സ്കൂളില്. ഓക്കെ, കുറച്ച് പേരുണ്ടല്ലോ ചെയ്യാത്തത്, കുഴപ്പമില്ല. അതിന് മുക്കാലും നിങ്ങൾ ഏകദേശം ഒരു ടീച്ചർ ആയില്ലേ? ഒരു പ്രാക്ടീസിന്റെ കുറവ് മാത്രമല്ലേ ഉള്ളൂ. അത് ശരിയായിക്കോളും. നിർബന്ധമായിട്ടും സ്കൂളിൽ പോണം കേട്ടോ. അങ്ങനെയെങ്കിലും ഒരു അവസരങ്ങള് കണ്ടെത്തി അത് ചെയ്തിരിക്കണം കേട്ടോ. എക്സാം ആ, എക്സാം കഴിഞ്ഞിട്ട് പരീക്ഷ എഴുതിയിട്ട് പോകുമല്ലോ അല്ലേ? അതെ. കുട്ടികൾക്ക് പരീക്ഷയൊക്കെ തുടങ്ങിയോ? തുടങ്ങി മിസ്സേ. ഓക്കെ, ഇനി അങ്ങോട്ടൊരു പരീക്ഷാകാലമാണ്. അത് കഴിഞ്ഞ പിന്നെ ഒരു വെക്കേഷൻ. എല്ലാം പെട്ടെന്നാണല്ലോ, ഈ കൊല്ലം പെട്ടെന്ന് അങ്ങ് പോയി. മാം, കുട്ടികളുടെ പരീക്ഷ കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെയും പരീക്ഷയാവും തോന്നുന്നു. അതെ അതെ അതെ, ശരിയാണ്. ഏതാനും കുറച്ച് ക്ലാസ്സുകൾ ഉള്ളു ഇനി നിങ്ങൾക്ക് അല്ലേ? അതെ. ഉള്ളൂ. ഫൈനൽ എക്സാം വരുന്ന ഏത് മാസമായിരിക്കും മിസ്സേ? ജൂലൈ? ആ, ജൂലൈ. TTC കഴിഞ്ഞതാണല്ലേ? ഓക്കെ, യെസ്. ഓക്കെ, യൂണിറ്റ് ആൻഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസസിലെ നമ്മള് നേച്ചറുകളാണ് പറഞ്ഞിട്ടുണ്ടല്ലേ? ആദ്യത്തെ പറഞ്ഞു ഇൻഡിവിജ്വൽ ഡിഫറൻസസ് 1 ഓഫ് ഡിഗ്രി നോട്ട് 1 ഓഫ് കൈൻഡ്. അതിലെ രണ്ട് ഭാഗങ്ങളും പറഞ്ഞല്ലേ? ഇൻട്രാ ഇൻഡിവിജ്വൽ ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് രണ്ടും പറഞ്ഞല്ലേ? പറഞ്ഞതാണ്. ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. യെസ് മാം. നെക്സ്റ്റ് അടുത്ത നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? എഡ്യൂക്കേഷൻ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. അപ്പൊ വിദ്യാഭ്യാസത്തിലെ ഇൻഡിവിജ്വൽ ഡിഫറൻസസിന്റെ പ്രാധാന്യം എന്താണ്? അധ്യാപകർ കുട്ടികളിലെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് തിരിച്ചറിയേണ്ടതുണ്ടോ? ഉണ്ട് അല്ലെ? ആ തിരിച്ചറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കുട്ടികളായിട്ടുള്ളൊരു എന്തുണ്ടായിരിക്കുള്ളൂ, ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. യെസ്, നമുക്ക് നോക്കാം. ഒരാളൊന്ന് വായിക്കാമോ ആദ്യത്തെ പാരഗ്രാഫ്? കുറച്ച് പാടും. ഞാൻ വായിക്കാം മാം. എഡ്യൂക്കേഷൻ അതല്ലേ മാം? സെക്കൻഡ് അല്ലേ? അതെ അതെ അതെ. Education significance of individual differences. Knowledge of individual differences of pupils is of enormous significance to the teacher. Understanding and appreciation of individual differences among pupils are rudimentary to providing each and every pupil with the apt educational experiences geared to his potentialities, interests, and experimental background. ഓക്കെ, അവിടെ വരാം. നോക്കാം. Knowledge of individual differences of pupils is enormous significance to the teacher.
ഒരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് കുട്ടികളിൽ ഇൻഡിവിജ്വലി അവർ ഡിഫറെന്റ് ആണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് അല്ലെ, ആ ഒരു നോളജ് ടീച്ചറിന് ഉണ്ടായിരിക്കുന്നത് അത് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നതാണ് അല്ലെ. വിദ്യാർത്ഥികളുടെ വ്യത്യാസങ്ങളെ കുറിച്ച് അധ്യാപികയ്ക്ക് നല്ല രീതിയിൽ തന്നെ എന്താണ് ആ ഒരു നോളജ് അത് അറിവുണ്ടായിരിക്കണം. നിങ്ങൾ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ 10 കുട്ടികളെങ്കിൽ 10 കുട്ടികൾ എന്താണ് 10ഉം ഇൻഡിവിജ്വലി ഡിഫറൻസ് ഉള്ളവരായിരിക്കും അല്ലെ, പല കഴിവുകളും പല കപ്പാസിറ്റിയിലുള്ള കുട്ടികളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതാദ്യം നമ്മൾ അധ്യാപകരായിരിക്കുന്നത് തിരിച്ചറിയേണ്ടത്. ഫസ്റ്റ് കുട്ടിയെ മനസ്സിലാക്കുന്ന എന്താണ് കുട്ടിയിലെ വ്യത്യാസങ്ങളുണ്ടെന്നുള്ളത് തിരിച്ചറിഞ്ഞിരിക്കണം. Then understanding and appreciation of individual differences among pupils are rudimentary to providing each and every pupil with apt education experience lead to his potentialities, interest and experimental background. അപ്പോൾ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മനസ്സിലാക്കും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കണം. റൂഡിമെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കും. റൂഡിമെന്ററി മീൻസ് അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഒരു ഇൻഡിവിജ്വൽ എന്തൊക്കെ തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും, ഒരു പേഴ്സണ് എന്തൊക്കെ വ്യത്യാസങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക, എന്തൊക്കെയായിരിക്കും അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസം, പൊട്ടൻഷ്യാലിറ്റീസ് വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ. പൊട്ടൻഷ്യാലിറ്റീസ് മീൻസ് അവരുടെ പലതരത്തിലുള്ള എബിലിറ്റീസ് അല്ലെ, അവർക്ക് ഓരോരുത്തർക്കും പല കഴിവുകളായിരിക്കും. അതുപോലെ തന്നെ ഇൻട്രസ്റ്റുകൾ അല്ലെ, താല്പര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. എക്സ്പീരിമെന്റൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടായിരിക്കും. എല്ലാം വ്യത്യസ്തം, എല്ലാത്തിലും എന്താണ് വ്യത്യസ്തത ഉണ്ടായിരിക്കും. ആ വ്യത്യസ്തത തിരിച്ചറിയുക എന്നതിലാണ് ടീച്ചറുടെ കഴിവെന്ന് പറയുന്നത്. ടീച്ചർ ഏറ്റവും പ്രാധാന്യം അറിയിക്കേണ്ടത് അതാണ് കുട്ടികളിൽ ഉണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള ഡിഫറൻസസുകളും മനസ്സിലാക്കുക. ഇൻഡിവിജ്വലി ഉള്ള ഡിഫറൻസസുകൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഒരു എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ അധ്യാപിക കുട്ടികളോട് പെരുമാറേണ്ടത്. അത് മസ്റ്റ് ആണ് കേട്ടോ, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് ഒരാൾ വായിച്ചേ. ഡെമോക്രാറ്റിക് തുടങ്ങി വായിച്ചേ. The democratic approach in education anticipates equal education opportunities for all. Equal education opportunities does not inevitably mean the same education opportunity that may really promote greater inequality. Rather, it makes it the best education for each child. There is nothing so unlike the equal treatment of unequals. മതിയോ മാം? ഫുള്ള് വായിക്കട്ടെ. ഓക്കെ ഓക്കെ, വായിച്ചോളൂ. Pedocentric education make proper arrangements for a child's education, analyzing the peculiar nature and special abilities. In a democratic country, every individual has the right to attain a definite level of development. Definite level of development. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറയുന്നത് ഡെമോക്രാറ്റിക് അപ്രോച്ച്, അതായത് വിദ്യാഭ്യാസത്തിലെ ജനാധിപത്യ സമീപനം. എന്താണ് അവിടെ ജനാധിപത്യ സമീപനം എന്ന് പറയുന്നത്? നമ്മുടെ സ്കൂളുകൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡെമോക്രാറ്റിക് അപ്രോച്ചുമായിട്ട് കണക്ട് ചെയ്യുന്ന ഏത് രീതിയിലാണ്? എങ്ങനെയുള്ള വിദ്യാഭ്യാസം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ഈക്വൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ആണ്, എല്ലാവർക്കും തുല്യ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ സമീപനമാണ് നമ്മുടെ ഡെമോക്രാറ്റിക് അപ്രോച്ചിലൂടെ അല്ലെ ജനാധിപത്യ സമീപനം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാവർക്കും ഒരേപോലെയുള്ള വിദ്യാഭ്യാസം. നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞ പോലെ എന്താണ് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ എങ്ങനെയുള്ള വിദ്യാഭ്യാസമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള അല്ലെ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്താണ് സൗജന്യ വിദ്യാഭ്യാസമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതൊരു ഡെമോക്രാറ്റിക് അപ്രോച്ചിന്റെ ഭാഗമായിട്ടാണ് അല്ലെ, എല്ലാവർക്കും ഈക്വൽ ആയിട്ട് അല്ലെ ഈക്വൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ആണ്. എല്ലാ വിദ്യാഭ്യാസ സൗകര്യങ്ങളും എങ്ങനെയാണ് ഒരേപോലെയുള്ള സൗകര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഈക്വൽ, അപ്പൊ അതെന്താണ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ? ഈക്വൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വരുന്നത്? ജാതിഭേദമന്യേ എല്ലാവർക്കും ജാതിഭേദമന്യേ എല്ലാവർക്കും ഒരേപോലെയുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ അല്ലെ, എല്ലാ കുട്ടികൾക്കും ഒരേ സൗകര്യങ്ങൾ, ഒരേ നിലവാരത്തിലുള്ള പഠനങ്ങൾ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്താ ഡെമോക്രാറ്റിക് അപ്രോച്ചിലൂടെ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാന്ന് പറയുന്നത്. സ്കൂളിലായാലും കൂടി എങ്ങനെയാണ് എല്ലാവർക്കും ഒരേ അവസരങ്ങൾ.
Equal education opportunities does not inevitably mean the same education opportunity that may really promote greater inequality. അപ്പൊ ഈ ഈക്വൽ എഡ്യൂക്കേഷൻ കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രയോജനങ്ങൾ ഉണ്ടാവും? എന്താ ഈക്വൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? എന്താണ് അതിന്റെ ഉദ്ദേശം? എല്ലാവർക്കും ഒരേപോലെ വിദ്യാഭ്യാസം കിട്ടാൻ. എല്ലാവർക്കും ഒരേപോലെ വിദ്യാഭ്യാസം കൊടുക്കുന്ന സമയത്ത് അവിടെ എന്തിനെയാണ് അത് നിരുത്സാഹപ്പെടുത്തുന്നത്? അസമത്വം ഇല്ലാതാക്കുന്നത് അല്ലെ? ഇൻഇക്വാളിറ്റി ആണ് അവിടെ കുറയ്ക്കുന്നത് അല്ലെ? ഈക്വൽ ആയിട്ട് പഠനം സാധ്യമാകുമ്പോൾ അവിടെ എന്ത് കുറയുന്നു? അസമത്വം ഇല്ലാതാവുന്നു. അപ്പൊ അവിടെ എല്ലാവർക്കും ഒരേപോലെ എന്നുള്ള രീതിയിൽ അല്ലെ? അപ്പൊ അവിടെ കുറയുന്നത് എന്താണ്? ഇൻഇക്വാളിറ്റി ആണ്. ഇൻഇക്വാളിറ്റി എന്ന് വെച്ചാൽ എന്താണ്? അസമത്വം. അതായത് ഈക്വൽ ആയിട്ട് എല്ലാവർക്കും ഒരേപോലെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കുന്നു. അതിനനുസരിച്ച് എന്താണ്? അവിടെ ഇൻഇക്വാളിറ്റീസ് കുറയുന്നു. അപ്പൊ അവിടെ അസമത്വങ്ങൾ ഇല്ലാതെ എല്ലാവർക്കും ഒരേപോലെ ആയിട്ടുള്ള അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ്? അവിടെ ഇൻഇക്വാളിറ്റി വളരെയധികം കുറയുകയാണ്. Rather, it means the best education for each child. അപ്പൊ ഈ ഇൻഇക്വാളിറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും ഒരേപോലെ വിദ്യാഭ്യാസം കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാവർക്കും നമുക്ക് ബെസ്റ്റ് എഡ്യൂക്കേഷൻ ആണ്. ബെസ്റ്റ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബെസ്റ്റ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഇൻഇക്വാളിറ്റി കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ബെസ്റ്റ് എഡ്യൂക്കേഷൻ, മികച്ച വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഒരേപോലെയുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത്. ഓക്കെ, ഒരു സ്കൂളും ഒരു കുറഞ്ഞ നിലവാരത്തില് പഠനം സാധ്യമാക്കാനായിട്ട് ആരും തന്നെ ശ്രമിക്കുന്നു. എല്ലാവരിലും എല്ലാ കുട്ടികൾക്കും മികച്ച രീതിയിലുള്ള എന്താണ് എന്താ പറയാ ടോപ്പ് ഏറ്റവും മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യാനാണ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രൊവൈഡ് ചെയ്യുന്നത്. ആഗ്രഹിക്കുന്നതും അങ്ങനെ തന്നെയാണ് അല്ലെ? There is nothing so unlike the equal treatment of unequals. എന്താണ് പറയുന്നത്? There is nothing so unlike the equal treatment of unequals എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. ഈക്വൽ വിദ്യാഭ്യാസം കൊടുക്കുന്നത് കൊണ്ട് എന്താണ് അവിടെ ഉണ്ടാവുന്നത്? നമ്മള് ഇൻഇക്വാളിറ്റീസിനെ തുല്യമായിട്ടാണ് അവിടെ പരിഗണിക്കുന്നത് അല്ലെ? ഒരു ഇൻഇക്വാളിറ്റീസ് ഇല്ലാതെ എല്ലാവർക്കും തുല്യമായ രീതിയിൽ ഈക്വൽ ട്രീറ്റ്മെന്റ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ ആരെയും തന്നെ അതിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. എല്ലാവരിലും ഒരേപോലെ തന്നെ ഈക്വൽ ആണ്, തുല്യമായ രീതിയിൽ തന്നെയാണ് അവിടെ വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെയാണ് പെഡോസെൻട്രിക് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. എന്താണ് പെഡോസെൻട്രിക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല്? പെഡോസെൻട്രിക് എഡ്യൂക്കേഷൻ, പെഡോ കേന്ദ്രീകൃത വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്? പെഡോ ആരാണ്? പെഡോ പീഡിയറ്റ് അങ്ങനെയാണോ? കുട്ടികള് കുട്ടികളല്ലേ? കുട്ടികളെ പഠനം പഠനം അല്ലെ? കുട്ടികളെ കുറിച്ച് കേന്ദ്രീകൃതമായിട്ടുള്ള പഠന പ്രക്രിയ. അതെന്താണ്? pedocentric education makes proper arrangement for a child's education. അപ്പോ ഈ pedocentric education പദ്ധതി പ്രകാരം എന്താണ് കുട്ടികൾക്ക് എങ്ങനെയുള്ള ഒരു പഠനമാണ് സാധ്യമാകുന്നത്? പ്രോപ്പർ ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ചൈൽഡ് എഡ്യൂക്കേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതിനെ നല്ല പ്രോപ്പർ മാനർ, വളരെ സിഗ്നിഫിക്കന്റ് ഡയറക്ഷൻസും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് ഒരു പ്രൊസീജിയർ ആയിട്ട് അല്ലെ എല്ലാ തരത്തിലുള്ള അറേഞ്ച്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പെഡോസെൻട്രിക് എഡ്യൂക്കേഷനിൽ അത് അറേഞ്ച്ഡ് ആയിട്ടുള്ളൂ. അതിനനുസരിച്ചിട്ടായിരുന്നു കുട്ടികൾക്ക് വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുന്നത്. പെഡോസെൻട്രിക് എഡ്യൂക്കേഷൻ എന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതായത് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനായിട്ട് ശരിയായ ക്രമീകരണങ്ങളാണ് പെഡോസെൻട്രിക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു കുട്ടിയുടെ ശരിയായ വിദ്യാഭ്യാസത്തിന് ശരിയായ ക്രമങ്ങളാണ് pedocentric education പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ അറേഞ്ച്മെന്റ്സ് ആണ് അവിടെ പറയുന്നത്? അനലൈസിംഗ് ദ പെക്യുലർ നേച്ചർ ആൻഡ് സ്പെഷ്യൽ എബിലിറ്റീസ്.
ശരിയായ ക്രമീകരണങ്ങൾ ചെയ്യുന്നത് പറയുമ്പോൾ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ എന്താണ് കൊടുക്കേണ്ടത്? അനലൈസിംഗ് ദ പെക്യുലർ നേച്ചർ ആൻഡ് സ്പെഷ്യൽ എബിലിറ്റീസ്. എന്താണത്? അതായത് കുട്ടികളുടെ സ്വഭാവവും പ്രത്യേക കഴിവുകളൊക്കെ അതൊക്കെ അനലൈസ് ചെയ്ത് കൊണ്ടിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ആയിരിക്കും പെഡോസെൻട്രിക് എഡ്യൂക്കേഷൻ വഴി കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് കുട്ടികളുടെ നേച്ചർ എങ്ങനെയാണ്, എന്തൊക്കെ സ്പെഷ്യൽ എബിലിറ്റീസ് അവർക്ക് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികളായിരിക്കും എന്തിൽ ഉൾപ്പെടുത്തുന്നത്? ഈ പെഡോസെൻട്രിക് എഡ്യൂക്കേഷൻസിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ആ രീതിയിലുള്ള പഠന പ്രക്രിയകളും ആക്ടിവിറ്റീസ് ആയിരിക്കുള്ളൂ എന്തിലുണ്ടായിരിക്കുക? പെഡോസെൻട്രിക് എഡ്യൂക്കേഷൻസിൽ ഉണ്ടായിരിക്കുക, ആ പദ്ധതിയിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, യെസ്. In a democratic country, every individual has right to attain a definite level of development. In a democratic country, every individual has the right to attain a definite level of development. In a democratic country, ഒരു ഇൻഡിവിജ്വലിന്റെ ഏറ്റവും ഒരു വലിയൊരു റൈറ്റ് എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്? എന്താണ് പറയുന്നത്? ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തിനുള്ള ഒരു റൈറ്റ് ആയിരിക്കണം പറഞ്ഞ ഉണ്ടായിരിക്കേണ്ടത്? പ്രോപ്പറായിട്ടുള്ള ഡെവലപ്മെന്റ്. യെസ്, ഡെഫിനറ്റ് ലെവൽ ഓഫ് ഡെവലപ്മെന്റ്, അതായത് എല്ലാ തരത്തിലുള്ള വികസനം കൈവരിക്കാനുള്ള ഒരു റൈറ്റ് എല്ലാ ഇൻഡിവിജ്വൽസിനും ഒരു ജനാധിപത്യ രാജ്യത്ത് ഉണ്ടായിരിക്കുന്നതാണ്. അതായത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഓരോ വ്യക്തിക്കും ഒരു നിശ്ചിത തലത്തിലുള്ള വികസനം കൈവരിക്കാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു അവകാശം അത് നേടാനുള്ള, എല്ലാവരിലും വികസനം ഉണ്ടാകുന്നില്ല, എല്ലാവരിലും ഡെവലപ്മെന്റ് സംഭവിക്കാനുള്ള ആ ഒരു റൈറ്റ്സ് ഓരോ ഡെമോക്രാറ്റിക് കൺട്രിയിലെ ഓരോ ഇൻഡിവിജ്വൽസിനും ഉണ്ടായിരിക്കും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, യെസ്. ഇവിടെ നിന്ന് ചോദ്യം വരാൻ പോകുന്ന ഭാഗം പെഡോസെൻട്രിക് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടായിരിക്കും ഈ പാരഗ്രാഫിൽ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. ആ ഭാഗം ഒന്ന് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തിടാം. പെഡോസെൻട്രിക് എഡ്യൂക്കേഷൻ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? മേക്ക് പ്രോപ്പർ അറേഞ്ച്മെന്റ് ഫോർ എ ചൈൽഡ് എഡ്യൂക്കേഷൻ. എന്താണ്? വിദ്യാഭ്യാസത്തിന്, കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനായിട്ട് ശരിയായ ക്രമീകരണങ്ങൾ ഒരുക്കുക എന്നതാണ് എന്താ പെഡോസെൻട്രിക് എഡ്യൂക്കേഷൻ വഴി സാധ്യമാവുന്നത്. അവ എന്തൊക്കെ ചെയ്യുന്നു? അനലൈസ് ദ പെക്യുലർ നേച്ചർ ആൻഡ് സ്പെഷ്യൽ എബിലിറ്റീസ്. കുട്ടികളിലെ പ്രത്യേകമായിട്ടുള്ള നേച്ചേഴ്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള എബിലിറ്റീസ് ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ടാണ് പ്രോപ്പർ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ക്രമീകരണങ്ങൾ പെഡോസെൻട്രിക് എഡ്യൂക്കേഷൻ വഴി കുട്ടികൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? എന്താടോ രേഷ്മ? അല്ല, ചെയ്തു മിസ്സേ എന്ന് പറഞ്ഞത്, അണ്ടർലൈൻ ചെയ്തു എന്ന് പറഞ്ഞു. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും, വാട്ട് ഈസ് പെഡോസെൻട്രിക് എഡ്യൂക്കേഷൻ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അതിന്റെ നേച്ചർ എന്താണെന്ന് ചോദിക്കാം. ഇങ്ങനെ ഒരു രീതിയിലൂടെ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അത് മോക്ക് ടെസ്റ്റ് ഇട്ടേക്കാം, ചാപ്റ്റർ കഴിയുമ്പോൾ ഇട്ടേക്കാം കേട്ടോ. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടാനുണ്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്ററിന്റെ? ഇല്ലല്ലോ. എഡ്യൂക്കേഷൻ സൈക്കോളജിയിലേക്ക് കിട്ടിയതല്ലേ ഡോക്ടർ? കിട്ടില്ല. കിട്ടി, അയച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാം, ഞാൻ തരുന്ന ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. തന്നിരുന്ന ക്വസ്റ്റ്യൻസിലെ ഓരോ ചാപ്റ്റർ തീരുമ്പോൾ കഴിയുന്ന ക്വസ്റ്റ്യൻസ് ഏകദേശം അതേപോലെയൊക്കെ തന്നെയായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ നിന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ഓരോ മോഡലൊക്കെ തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് നോട്ട് എഴുതിയെടുത്തവരെ എഴുതിയെടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ മോളിൽ നോക്കിയാണോ പഠിക്കുന്നത്? ആ ക്വസ്റ്റ്യൻസ് സൈക്കോളജിയിലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ, പിന്നെ ആരോടെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ എന്നോട് ചോദിച്ചത്? നീ ക്ലാസ്സിലാണ് ചോദിച്ചത് ക്വസ്റ്റ്യൻ പേപ്പർ? നിങ്ങളെല്ലാം ചോദിച്ചത്? മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലേ? ഓക്കെ ഓക്കെ, അത് മോഡൽ ക്വസ്റ്റ്യൻസ് കുറച്ച് പഴയതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ സിലബസ് കുറെ മാറിയതുകൊണ്ട് പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. എങ്ങനെയാണെങ്കിലും അത് ക്ലാസ് റൂമിൽ ഇടാം കേട്ടോ. നിങ്ങൾ ഷാമിന്റെ ക്ലാസ്സിൽ ഒന്ന് പറയണം, ഷാമിനോട് ഒന്ന് പറയണം കേട്ടോ. ഓക്കെ,
നെക്സ്റ്റ് വരുന്നത് തേർഡ് നേച്ചർ ആണ്, ലാസ്റ്റ് ഭാഗമാണ് ഏരിയാസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഡിഫറൻസസ് എന്നാണ് കിടക്കുന്നത്, ഡിഫറൻസസ് നോക്കാം കേട്ടോ. ഉണ്ടോ PDF തെറ്റാണ്. ഏരിയാസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ്, നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ എളുപ്പമുള്ള ഒരു ഭാഗമാണ് എന്താ ഏരിയാസ്. ഏതൊക്കെ ഏരിയാസിലാണ് നമ്മൾക്ക് ഓരോരുത്തരിലും വ്യക്തി വ്യത്യാസങ്ങൾ ഉള്ളത്? ഏതൊക്കെ ഏരിയാസുകളാണ് നോക്കിയേ? Differences in physical traits, mental differences, differences in motor ability, differences in interest and aptitude, differences in attitude, emotional differences. അപ്പൊ നമ്മളിൽ എല്ലാവരിലും അല്ലെ, ഓരോ കുട്ടികളിലും നമ്മളെല്ലാവരും എന്താണ് ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങളാണ് ഓരോ ഇൻഡിവിജ്വൽസിനും ഉണ്ടായിരിക്കുക. Human beings are found different from each other and among themselves in the following dimensions. ഈ പറയുന്ന ഡയമെൻഷൻസ് അനുസരിച്ചിട്ടാണ് നമ്മളുടെ ഓരോരുത്തരിലും വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ അതിലാദ്യം വരുന്നത് എന്താണ്? പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ, എന്താണ് കൊടുത്തിരിക്കുന്നത്? ഡിഫറൻസസ് ഇൻ ഫിസിക്കൽ സവിശേഷത, ഭൗതികപരമായിട്ടുള്ള സവിശേഷതകളിൽ നമുക്ക് എന്താണ് വ്യത്യാസങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഇൻഡിവിജ്വൽ vary in height, weight, color of skin, color of eye and hair, size of hand, size of mouth and nose, facial expressions, mannerism of speech and walk, hairstyle, etc. നമ്മുടെ ഫിസിക്കൽ ആയിട്ട് വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഓരോരുത്തരും എന്താണ് വ്യത്യസ്തരാണ് അല്ലെ. നമുക്ക് ഹൈറ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും, വെയിറ്റ്, കളർ പല കളറുകളായിരിക്കാം, ചിലർ നന്നായിട്ട് കറുത്തതായിരിക്കാം, ചിലർ നല്ല വെളുത്ത് അല്ലെങ്കിൽ നിറം, അങ്ങനെ പല ടൈപ്പ് വരുന്നുണ്ട്. കണ്ണുകളിൽ വ്യത്യാസം ഉണ്ടാവും, ഹെയർ വ്യത്യാസം ഉണ്ടാവും. പിന്നെന്താണ് ഹാൻഡ്, ചിലർക്ക് നല്ല തടി ഉണ്ടെങ്കിൽ കൈകൾക്കൊക്കെ നല്ല തടിച്ച് കൈയായിരിക്കും. പിന്നെന്താ പലർക്കും പല ടൈപ്പുള്ള നോസ്, ഹിയർ ഒക്കെ വ്യത്യാസം, എല്ലാത്തിലും എന്താണ് ഡിഫറൻസസ് ഉണ്ടാകും. ചിലർക്ക് നീളം ഉണ്ടാവാം, ചെറിയ മൂക്കാവാം, വലിയ ചെവിയാവാം, ചെറിയ കണ്ണ്, വലിയ കണ്ണ്, ഉണ്ടക്കണ്ണ്, കണ്ടിട്ടില്ലേ നമ്മള്? പല ഡിഫറൻസസ് ഉള്ളവരെ. ഫേഷ്യൽ എക്സ്പ്രഷൻസ് വരെ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുഖഭാവങ്ങളിൽ വരെ നമ്മളിൽ വ്യത്യാസങ്ങളുണ്ട്. മാനറിസം എന്താണ്? മാനറിസം ഓഫ് സ്പീച്ച് ആൻഡ് ബാക്ക്. നമ്മളുടെ സംസാരത്തിലും നമ്മളുടെ നടപ്പിലും അല്ലെ, നമ്മുടെ മൊത്തത്തിലുള്ള ഒരു മാനറിസം എന്ന് വെച്ചാൽ എന്താ? നമ്മൾ എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള ആ മൂവ്മെന്റ്സ് അല്ലെ, അതാണ് മാനറിസം. അപ്പൊ മാനറിസം എല്ലാവരിലും ഒരേപോലെയല്ല. ഇപ്പൊ ഇവിടെ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ക്ലാസ്സിലെ ദീപികയുടെ മാനറിസം വളരെ വ്യത്യസ്തമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, നമ്മൾ സംസാരിക്കുന്ന പോലെയല്ല ദീപിക സംസാരിക്കുന്നത്. ദീപിക വഴിയുള്ള സംസാരത്തില് എന്താ പറയാ, പ്രൊണൗൺസിയേഷന് വരെ വളരെയധികം ഭയങ്കര വ്യത്യാസങ്ങളുണ്ട് അല്ലെ ദീപിക? കേൾക്കുന്നുണ്ടോ? ദീപിക പോയി ക്ലാസ്സിൽ. നമ്മളെല്ലാരും ശ്രദ്ധിച്ചിട്ടുണ്ട്. ദീപിക വളരെ സ്ഫുടമായിട്ടാണ് സംസാരിക്കുന്നത്, വാക്കുകളൊക്കെ വളരെ സ്ട്രെസ് ചെയ്തിട്ടാണ്. ആ ഒരു ആ സ്പീച്ചിൽ നമുക്കത് മനസ്സിലാവും. അതേപോലെ തന്നെ എന്താണ്, അങ്ങനെ നിങ്ങളുടെ ഓരോരുത്തരും വ്യത്യാസം. നിഷാനയുടെ സംസാരം, നിഷാന എന്താ പറയാ, ഭയങ്കര ടോക്കറ്റീവ് ആയിട്ട് ഭയങ്കര സ്മൈൽ ചെയ്തൊക്കെയാണ് സംസാരിക്കുന്നത്, ചിരിച്ചാണ് സംസാരിക്കുന്നത്, നമുക്ക് മനസ്സിലാവുന്നില്ല. ടോട്ടലി അവരുടെ സംസാരത്തിൽ വളരെയധികം വ്യത്യാസം. അങ്ങനെ നമ്മളുടെ ഓരോരുത്തരും എന്താണ് ഓരോ വ്യത്യാസങ്ങളുണ്ട്. അതാണ് മാനറിസം ഓഫ് സ്പീച്ച് ആൻഡ് വാക്ക്. നമ്മളുടെ നടത്തം, ചിലർ ഭയങ്കര സ്പീഡിൽ അങ്ങനെ നടന്നു. ഞാനൊക്കെ ഭയങ്കര സ്പീഡിൽ നടക്കുന്ന ആളാണോ, ഞാൻ പതുക്കെ നടക്കില്ല, എന്റെ കൂടെ നടക്കാൻ പറ്റില്ല. അമ്പലത്തിലെ കാര്യങ്ങൾ കൂടെ വന്ന വയറ്റിലെന്നറിയും, എനിക്ക് പെട്ടെന്ന് ഇറങ്ങി പോകണം. ഒഴുകും നമ്മള്, പക്ഷെ അധികം ദൂരം സമയം പോകും, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ. അപ്പൊ അധികം നടക്കില്ല, നല്ല സ്പീഡിൽ നടക്കും. പിന്നെ ഹെയർ സ്റ്റൈൽ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് എല്ലാത്തിലും അല്ലെ, ഒരു നഖത്തിന്റെ തുമ്പ് വരെ നമ്മളുടെ എല്ലാവരിലും എന്താണ് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഫസ്റ്റ് എന്താണ് വരുന്നത്? ഡിഫറൻസസ് ഫിസിക്കൽ ട്രെയിറ്റ്സ്, ഭൗതികപരമായ സവിശേഷതകളിൽ ഓരോ മനുഷ്യരിലും എന്തുണ്ട്? വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, ആ ഭാഗം ക്ലിയർ ആണോ? നെക്സ്റ്റ് മെന്റൽ ഡിഫറൻസസ്, മാനസികപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ അല്ലെ. എന്തൊക്കെയാണ്? പീപ്പിൾ ഡിഫറെന്റ് ഇൻ ഇന്റലക്ച്വൽ എബിലിറ്റീസ്,
Intellectual abilities and capacities such as listening and thinking power, imagination, creative expression, concentration, etc. അപ്പൊ എന്താണ് മെന്റൽ ഡിഫറൻസസ് എന്ന് പറയുന്നത് നമ്മളുടെ മാനസികമായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും അതിൽപ്പെടും അല്ലേ. അപ്പൊ അതായത് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ തിങ്കിങ് പവർ, നമ്മളുടെ സാങ്കല്പികമായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുന്നത്, ഇമാജിനേഷൻ, ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ്, നമ്മളുണ്ടാവുന്ന എക്സ്പ്രഷൻസ്, നമ്മളുടെ ശ്രദ്ധ അല്ലെ, കോൺസെൻട്രേഷൻസ്. അപ്പൊ നമ്മൾ മെന്റലി വരുന്ന എല്ലാ ആക്ടിവിറ്റീസിലും എന്തുണ്ട്, നമ്മളിൽ വ്യത്യാസങ്ങളുണ്ട്. ഞാൻ ചിന്തിക്കുന്നത് പോലെയല്ല നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല ഞാൻ ചിന്തിക്കുന്നത് അല്ലെ. അപ്പൊ പല കാര്യങ്ങളിലും നമ്മളുടെ തോട്ട് വ്യത്യാസങ്ങളുണ്ട് അല്ലെ. ചിലവരെന്താണ് അധികം ചിന്തിക്കാത്തവരായിരിക്കും, ഒരു കാര്യത്തെ കുറിച്ച് അധികം ചിന്തിക്കാത്തവരായിരിക്കും. ഒരു കാര്യം കഴിഞ്ഞാൽ അത് കഴിഞ്ഞത് കിട്ടും. പക്ഷെ ചിലവരെന്താണ്, ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എവിടെയൊക്കെ ഏത് കച്ചം വരെ ചിന്തിക്കാൻ സാധിക്കും അവിടെയൊക്കെ പോയി ചിന്തിച്ച് കണ്ടെത്തി അന്വേഷിച്ച് വരുന്നവരുണ്ട്. അങ്ങനെ പല കാറ്റഗറി ഓഫ് ടൈപ്പ് ഓഫ് ആൾക്കാർ നമ്മളുടെ ഇടയിലുണ്ട്. നിങ്ങളുടെ ചിന്താഗതിയിലും ഇമാജിനേഷനൊക്കെ വ്യത്യാസമായിരിക്കും. പിന്നെ കോൺസെൻട്രേഷൻ പവർ വ്യത്യാസമായിരിക്കും. പെട്ടെന്ന് ചില കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നവരുണ്ടാവും അല്ലെ, നല്ലോണം ശ്രദ്ധിക്കും. ചിലർക്ക് ഒട്ടും ശ്രദ്ധയില്ലാതെ അലസരായിട്ടിരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അതൊക്കെ ഒരു മെന്റൽ ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ അതിലെന്താണ് വ്യത്യാസങ്ങളുണ്ട്. Then people differ in their normal intelligence on the basis of IQ. Yes. മെന്റൽ ഡിഫറൻസസ് വരുമ്പോ ഐക്യൂല് വ്യത്യാസം വരുന്നുണ്ട്. അതായത് ഇന്റലിജൻസ് വ്യത്യാസം, ഇന്റലിജന്റ് കോഷൻ. ഐക്യു എന്ന് പറഞ്ഞ എന്താണ്, ഇന്റലിജന്റ് കോഷ്യന്റ് ആണ്. ഐക്യു എന്ന് പറയുന്നത് ഇന്റലിജന്റ് കോഷ്യന്റ് ആണ്. ആൽഫർഡ് ബിനെറ്റ് എന്ന് പറഞ്ഞൊരു ഇന്റലിജന്റ് സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹമാണ് ഐക്യു കൊണ്ടുവന്നത്. അതായത് ഒരാൾ എത്രത്തോളം ഇന്റലിജൻസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള ആ ഒരു ഇക്വേഷനൊക്കെ കൊണ്ടുവന്നത് ആൽഫർഡ് ബിനെറ്റ് എന്നൊരാളാണ്. അദ്ദേഹമാണ് ഐക്യു കൊണ്ടുവന്നത് കേട്ടോ. നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. അതൊന്ന് പറഞ്ഞിട്ട് നോട്ട് ചെയ്യും, ഞാൻ പറഞ്ഞതിന് ശേഷം ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഓരോരുത്തരുടെ ഐക്യു ലെവൽ അനുസരിച്ചിട്ടാണ് ഓരോരുത്തരെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഓരോരുത്തരുടെ ഐക്യു ലെവൽ വ്യത്യാസം ഒരിക്കലും. അതായത് they are normally classified as. അപ്പൊ ഐക്യു ലെവൽ വെച്ച് നമ്മളുടെ ഓരോരുത്തരെയും കാറ്റഗറി ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും താഴ്ന്ന ഏറ്റവും 4 പോർഷൻസ് 5 പോർഷൻസ് മാത്രം നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാനത് നോട്ടില് സെപ്പറേറ്റഡ് ആയിട്ട് ഇടുന്നുണ്ട്. നിങ്ങളപ്പോ അത് നോട്ട്സ് കിട്ടുമ്പോൾ അത് പഠിച്ചിരിക്കണേ. ഐക്യു വെച്ചിട്ട് ഓരോരുത്തരെ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, ആവറേജ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇന്റലിജൻസ് എങ്ങനെയാണ്, എബവ് ആവറേജ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇന്റലിജൻസ് എങ്ങനെയാണ് എന്നതുമായി ബന്ധപ്പെട്ട നോട്ട്സ് ഉണ്ട്. അത് അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യൻസിന്റെ ഒപ്പം തന്നെ നോട്ട്സ് വരും. അപ്പൊ നിങ്ങൾ നോക്കിക്കണം കേട്ടോ. അപ്പൊ ഇവിടെ ഐക്യു ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ഇഡിയറ്റ് എന്ന് പറഞ്ഞ കാറ്റഗറീസ് ബിലോ 25 താഴെയായിരിക്കും ഐക്യു വരുന്നത്. അതായത് ബുദ്ധിശൂന്യരായിട്ടുള്ള ആൾക്കാർ. ഇൻവിസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻവിസിബിൾ ആയിട്ടുള്ള ആൾക്കാര്, ഇൻവിസിബിൾ എന്നാണ് കേട്ടോ. സ്പെല്ലിംഗ് വെച്ചുണ്ട് അവിടെ. IMBECLE എന്നാണ്. ദെൻ മോറോൺ, ബോർഡർ ലൈൻ, വെരി സുപ്പീരിയർ ആൻഡ് ജീനിയസ്. ജീനിയസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഐക്യു കൂടിയ ആൾക്കാരായിരിക്കും അല്ലെ. അത് 100ന് മേളിലായിരിക്കും, 140 ഒക്കെ ആയിരിക്കും അവരുടെ ഐക്യു എന്ന് പറയുന്നത്. ദെൻ വെരി സുപ്പീരിയർ ആയിട്ടുള്ളവരുണ്ടാകാം. ബോർഡർ ലൈനിൽ, അതായത് ബോർഡർ ലൈൻ എന്ന് വെച്ചാൽ എന്താണ്, ബോർഡർ ലൈൻ തീരെ ബുദ്ധി കുറഞ്ഞ കൂട്ടത്തിൽ അല്ലെ, ഏകദേശം ഒരു ലൈനിലായിരിക്കും അവർ നിൽക്കുന്നത്. പിന്നെ അവരുടെ ഐക്യു എന്ന് പറഞ്ഞാൽ ഒരു 30ന് താഴെ ആയിരിക്കും, 25ന് താഴെ, അങ്ങനെ ബിലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ളവരിൽ എന്തുണ്ടാവും, ഇന്റലിജൻസ് ഉണ്ടാവില്ല. അവരാണ് ഈ അക്രമങ്ങളിലും അതുപോലെ തന്നെ എന്താണ് മറ്റ് തീവ്രമായിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ഇത്തരത്തിലെ ഐക്യു കുറഞ്ഞവരായിരിക്കും. മറ്റ് കൊലപാതകം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവര് കേട്ടോ, ചില കാറ്റഗറികൾ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ജീനിയസ് ആയിരിക്കും ഇത്തരത്തിൽ കൊലപാതകം ചെയ്യുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കിയാൽ ഇപ്പൊ ഈ കാറ്റഗറീസ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ എല്ലാ തരത്തിലുള്ള കാറ്റഗറി ആൾക്കാരൊക്കെ കൊലപാതകമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനു വേണ്ടി ഐക്യുവിന് ഒരു പ്രത്യേക നോട്ട് ഉണ്ട്. അപ്പൊ ഇത് നിങ്ങൾ എന്തായാലും പഠിക്കണം കേട്ടോ. എന്താണ് മിണ്ടാതിരിക്കണേ? ക്ലാസ് കേൾക്കണമാണോ അല്ലെങ്കിൽ മിണ്ടാതിരിക്കണേണോ? എനർജി കളയണ്ടല്ലോ. ആരുടെയാണ്? നോമ്പൊക്കെ അല്ലേ, സംസാരിച്ച എനർജി കളയണ്ടല്ലോ വെച്ചിട്ടാണ്. എന്തൊക്കെ ഇന്നെന്താ വെള്ളപ്പ് ചിക്കൻ കറി.
ഇന്നിപ്പോ 4ാമത്തെ നോമ്പായി മിസ്സേ. അപ്പൊ ഓരോ ദിവസം കഴിയുന്തോറും ചൂടല്ല, അപ്പൊ ക്ഷീണം കൂടും. സംസാരിച്ച് എനർജി കളയണ്ടല്ലോ വെച്ചിട്ട് മിണ്ടാതിരിക്ക. ഓക്കെ. അപ്പൊ നിങ്ങള് ഐക്യുവിന്റെ ഫാദറിന്റെ പേരുള്ളതെന്ന് എഴുതി വെക്കണേ. ഫാദർ ഓഫ് ഇന്റലിജന്റ് കോഷ്യന്റ്. ഫാദർ ഓഫ് ഇന്റലിജൻസ് കോഷ്യന്റ്. കോഷ്യന്റിന്റെ സ്പെല്ലിംഗ് ഞാൻ പറയാം. ഇന്റലിജൻസ് അറിയാലോ നിങ്ങൾക്ക്, INT അവിടെ തന്നെ ഉണ്ട്. ഇന്റലിജൻസ് കോഷ്യന്റ്. QUOTIENT. QUOTIENT. ഇന്റലിജൻസ് കോഷ്യന്റ്. അതിനായിട്ട് നമ്മൾ ചുരുക്കി പറയുന്നത് ഐക്യു എന്ന് കേട്ടോ. QUOTIENT. ഇന്റലിജന്റ് കോഷ്യന്റ്. എന്റെ ഫാദർ ആരാണ്? ആൽഫ്രഡ് ബിനെറ്റ്. ആൽഫ്രഡ്. ALFRED. ആൽഫ്രഡ്. ALFRED. ആൽഫ്രഡ് ബിനെറ്റ്. BINET. ബിനെറ്റ്. ആൽഫ്രഡ് ബിനെറ്റ്. ALFRED BINET. ആൽഫ്രഡ് ബിനെറ്റ്. മാം ഇന്റലിജന്റ് കഴിഞ്ഞുള്ള ആ വാക്കൊന്നൂടെ പറയാമോ? എന്താണ്? ഇന്റലിജന്റ് കഴിഞ്ഞുള്ള വാക്കൊന്നൂടെ പറയാമോ? കോഷ്യന്റ്. കോഷ്യന്റ്. QUOTIENT. QUOTIENT. ഇന്റലിജൻസ് കോഷ്യന്റ്. ഫാദർ ഓഫ് ഇന്റലിജന്റ് കോഷ്യന്റ് ആരാണ്? ആൽഫ്രഡ് ബിനെറ്റ് കേട്ടോ. ആൽഫ്രഡ് ബിനെറ്റ് ആണ് വേൾഡ് ഫസ്റ്റ് ഒഫീഷ്യൽ IQ അദ്ദേഹമാണ് കണ്ടെത്തിയത് കേട്ടോ. IQ ടെസ്റ്റ് ആദ്യമായിട്ട് നടത്തിയതും ആൽഫ്രഡ് ബിനെറ്റ് ആണ്. ഇനി മോഡേൺ IQ ടെസ്റ്റിന്റെ ഫാദറും മറ്റൊരാളാണ്. മോഡേൺ IQ ടെസ്റ്റിന്റെ ഫാദർ. Who's the father of modern IQ? മോഡേൺ ഐക്യുവിന്റെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്നത് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഡാനിയൽ ഗോൾമാനെയാണ്. നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസിന്റെ പിതാവിനെ തന്നെയാണ് എന്താ മോഡേൺ ഇന്റലിജൻസ് കോഷ്യന്റിന്റെ ഫാദർ ആയിട്ട് അറിയുന്നത് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഇത് പഠിച്ചിരിക്കണം. ഫാദർ ഓഫ് ഇന്റലിജൻസ് കോഷ്യന്റ് ആരാണ്? വേൾഡ് ഫസ്റ്റില് ആൽഫ്രഡ് ബിനെറ്റ് ആണ്. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ. ഫാദർ ഓഫ് മോഡേൺ ഐക്യു ആരായിരുന്നു? മോഡേൺ ഡാനിയൽ ഗോൾമാൻ. ഡാനിയൽ ഗോൾമാൻ. ഡാനിയൽ ഗോൾമാൻ. GOLEMAN. GOLEMAN. നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസ് ഒക്കെ പഠിച്ചതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മറന്നുപോയാ? ഫാദർ ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് ഡാനിയൽ ഗോൾമാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ IQ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒരു ഇക്വേഷൻ ഉണ്ട് നമുക്ക്. അതായത് നമ്മുടെ കാലിക വയസ്സ് ഇൻറ്റു മാനസിക വയസ്സ് ഇൻറ്റു 100. അതായത് മെന്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100. അതായത് നമ്മളുടെ മാനസിക വയസ്സും മെന്റൽ വയസ്സും അതുപോലെ തന്നെ മാനസിക വയസ്സും തമ്മിലുള്ള MA/CA into 100 അല്ലേ മാം? MA/CA into 100. ആ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കും കേട്ടോ. MA/CA into 100. മെന്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100. അങ്ങനെയാണ് IQ കണ്ടുപിടിക്കുന്നത്. ചോദിക്കുക IQ ഒന്നും കണ്ടുപിടിക്കാനൊന്നും വരില്ല, ഇക്വേഷൻ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. MA/CA into 100 ആണ് IQ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ. ഓക്കെ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഇഡിയറ്റ്, ഇൻവിസിൽ, മോറൽ, ബോർഡർ ലൈൻ, വെരി സുപ്പീരിയർ ആൻഡ് ജീനിയസ് എന്ന് പറയും. ഇൻവിസിൽ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കരായിട്ടുള്ളവരെയാണ് കേട്ടോ. ഇൻവിസിൽ എന്ന് പറയുന്നത് നിഷ്കളങ്കരാണ്. മോറോൺ എന്ന് പറഞ്ഞാൽ എന്ത് കാറ്റഗറിയാണ്? മോറോൺ ഫോളിഷ് ആയിട്ടുള്ള അല്ലെ, മൂഢന്മാരല്ലേ, മൂഢന്മാരെയാണ് നമ്മൾ മോറോൺസ് എന്ന് പറയുന്നത്. ഓക്കെ. ബോർഡർ ലൈനോ?
ബോർഡർ ലൈൻ, ബുദ്ധി കുറഞ്ഞ കുട്ടി. ജീനിയസ് എന്ന് പറയുന്നത് ആരാണ്? ജീനിയസ് ബുദ്ധി കൂടിയതല്ലേ? ഓക്കെ, യെസ്. കൂടിയ. അപ്പോൾ ഇത്രയും മെന്റൽ ഡിഫറൻസസ് അനുസരിച്ച് എന്താണ് ഓരോരുത്തരിലും ഐക്യു വരെ വ്യത്യാസങ്ങൾ, ഐക്യു അനുസരിച്ചും ഓരോരും എന്താണ് വ്യത്യാസങ്ങൾ കാണപ്പെടുന്നു. അപ്പൊ രണ്ടാമത്തെ ഏരിയ ആണ് എന്ത്? മെന്റൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്. അടുത്ത ഏരിയ എന്താണ്? ഡിഫറൻസ് ഇൻ മോട്ടോർ എബിലിറ്റി. ഡിഫറൻസ് ഇൻ മോട്ടോർ എബിലിറ്റി. എന്താണ് മോട്ടോർ എബിലിറ്റി? മോട്ടോർ എബിലിറ്റി കായികപരമായ കാര്യങ്ങൾ. യെസ്, കായികപരമായിട്ടാണോ? നമ്മുടെ ചലനമായിട്ട്, നമ്മുടെ ബോഡി ലാംഗ്വേജസ് ആയിട്ട് വരുന്നത് അല്ലെ, ബോഡി മൂവ്മെന്റ്സുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ മോട്ടോർ എബിലിറ്റീസ് സച്ച് ആസ് റിയാക്ഷൻ ടൈം, സ്റ്റെഡിനെസ്, റേറ്റ് ഓഫ് മസ്കുലർ മൂവ്മെന്റ്, റെസിസ്റ്റന്റ് ടു ടയർഡ്നെസ് എക്സെട്ര. ഇത് നമ്മുടെ ഫിസിക്കലി വരുന്ന കാര്യങ്ങൾ അല്ലെ. അതായത് റിയാക്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? എബിലിറ്റി സച്ച് ആസ് റിയാക്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? രീതി കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മൂവ്മെന്റ്സിൽ ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു വേദന ഉണ്ടായി കഴിഞ്ഞാൽ അതുമായിട്ട് റിയാക്ട് ചെയ്യാവുന്ന ഒരു പെട്ടെന്നൊരു വേദന വന്നാൽ, ഇപ്പൊ ആരെങ്കിലും നമ്മൾ പുറത്തടിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വേദനിക്കും അല്ലെ, പെട്ടെന്ന് നമ്മൾ റിയാക്ട് ചെയ്യും, നമ്മുടെ ബോഡി ഒന്ന് റിയാക്ട് ചെയ്ത് കാണിക്കും. സ്റ്റെഡിനെസ് എന്താണ്? സ്റ്റഡി ആയിട്ടിരിക്കാന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റഡിനെസ് എന്താണ്? നിവർന്നു നിൽക്കുക. നിവർന്നു നിൽക്കാന്നാണോ സ്റ്റഡിനെസ്? സ്റ്റഡി ആയിട്ടിരിക്കാന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റേബിൾ ആവാന്നാണ് മിസ്സേ. ബോഡി നമുക്ക് നന്നായിട്ട്, ഇപ്പൊ ചിലവരിങ്ങനെ കുഞ്ഞുകൂടിയിരിക്കുന്നുണ്ടാവും അല്ലെ, കുഞ്ഞുകൂടിയിരിക്കും. ചിലരില് അധികം ഒരു വളവ് തിരിവൊക്കെ ഉണ്ടാവും, ചിലർ നല്ല കറക്റ്റ് ആയിട്ടിരിക്കും അല്ലെ. ബോഡി ഫീച്ചേഴ്സിൽ എന്തായിരിക്കും? നല്ല ഇപ്പൊ ജിമ്മിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ ബോഡി മൂവ്മെന്റ്സ് ആയിരിക്കും, നല്ല സ്ട്രക്ചർ ആയിരിക്കും, ഭയങ്കര സ്റ്റഡി ആയിട്ടായിരിക്കും. കൈകാലുകളുടെ മൂവ്മെന്റ്സ് ഒക്കെ എങ്ങനെയായിരിക്കും? നേരെ നമുക്ക് കാണാൻ സാധിക്കല്ലേ. ഇപ്പൊ ജിമ്മിലൊക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യത്തിൽ ചില കുട്ടികളുടെ ശരീരപ്രകൃതി നല്ല രീതിയിലായിരിക്കും. ബൾക്കിയായിട്ടുള്ള കുട്ടികളാണെങ്കിൽ കുറച്ച് ഇതായിരിക്കും, പക്ഷെ അധികം വണ്ണമൊന്നുമില്ല, പക്ഷെ നല്ലൊരു ആ സ്റ്റെഡിനെസ് നമുക്ക് കാണാൻ സാധിക്കും. കുട്ടികളെ സ്റ്റേബിൾ ആയിട്ടായിരിക്കും ആൾ നിൽക്കുന്നത്. അതേപോലെ തന്നെ എന്താണ്? റേറ്റ് ഓഫ് മസ്കുലർ മൂവ്മെന്റ്സ്. ഓരോരുത്തരുടെ മസ്കുലർ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേശിചലനങ്ങൾ വ്യത്യാസമായിരിക്കും അല്ലെ. എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല കൈകാലുകളൊക്കെ മൂവ് ചെയ്യിക്കുന്നത്. ഓരോരുത്തരിലും മസ്കുലർ മൂവ്മെന്റ്സ്, പേശി ചലനങ്ങളിൽ തന്നെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. നെക്സ്റ്റ് എന്താണ്? റെസിസ്റ്റൻസ് ടു ടയർഡ്നെസ് എക്സെട്ര. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മള് ഒരു ടയർഡ്നെസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് റെസിസ്റ്റ് ചെയ്യുന്നതിന് ഒരു പവർ ഉണ്ട്. ചിലവർ എന്തെങ്കിലും ഒരു ക്ഷീണം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്താണ് റെസിസ്റ്റ് ചെയ്യാനുള്ള പവറില്ലാതെ ചിലപ്പോൾ തലകറിഞ്ഞൊക്കെ വീണിരിക്കാം അല്ലെ. ചിലപ്പോൾ ബോഡിക്ക് താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. ചില കുട്ടികൾ അങ്ങനെ തലകറങ്ങി വീഴും. ചിലവർക്ക് ഭയങ്കര കപ്പാസിറ്റി ആയിരിക്കും. ബ്ലഡ് കണ്ടാൽ തലകറങ്ങി വീഴുന്ന കുട്ടികളുണ്ടാവും അല്ലെ. ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭയങ്കര ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചൂടത്ത് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒട്ടും അസഹനീയമായിട്ട് നിൽക്കാൻ പറ്റാത്ത കാലാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ആള് പെട്ടെന്ന് ടയേർഡായി പോയി. വെള്ളം കുടിക്കാതിരിക്കുന്ന സമയത്ത്, ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാകാം ആ ബോഡീനെ റെസിസ്റ്റ് ചെയ്യാനുള്ള പവർ ഉണ്ടായില്ല. അപ്പൊ അതെല്ലാവരിലും വ്യത്യസ്തമായിരുന്നു. ചിലവർക്ക് 1-2 ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വെള്ളം കുടിച്ചില്ലെങ്കിൽ നല്ല പവർ ആയിരിക്കും. ചിലവര് പക്ഷെ ചിലപ്പോൾ 10 മിനിറ്റ് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ തളർന്നു പോകുന്ന ആൾക്കാരുണ്ട്. ഒരു ദിവസം ഫുള്ള് കഴിച്ചില്ലെങ്കിൽ അവശതയായി പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളുടെ മോട്ടോർ എബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൽ വരുന്നത്. നമ്മുടെ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? റിയാക്ഷൻസ് ടൈം അല്ലെ. ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യുന്ന ടൈം, then steadiness, then rate of muscular movements, then resistance to tiredness etc. ഇത്തരം കാര്യങ്ങളിൽ എന്തുണ്ട്? ഇൻഡിവിജ്വലി ഡിഫറൻസസ് ഉണ്ട്. ചിലവർ ഓടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അധികം തളരാത്തവരുണ്ടാവും. പക്ഷെ കുറച്ച് പേര് ഓടിക്കഴിഞ്ഞാൽ 2-3 സ്റ്റെപ്പ് തന്നെ ഓടിക്കഴിയുമ്പോൾ തന്നെ എന്താണ് തളർന്ന് വീഴും. എന്നുവെച്ചാൽ ബോഡിക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവില്ല, കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അതെല്ലാവരും വ്യത്യസ്തമാണ് അല്ലെ. യെസ്, നിങ്ങൾക്ക് നന്നായിട്ട് ഓടാൻ അറിയാമോ? അറിയാം. നിങ്ങൾ ഓടാറുണ്ടോ? അറിയാവുന്നതാണോ? ഓടാറുണ്ട്. അറിയാം.
ഓണാണ്. ഓ വെരി ഗുഡ്. വെറുതെയാണോ ഓടുന്നത്? മോന്റെ പിന്നാലെ ഓടാറുണ്ട്. അവന്റെ പിന്നാലെ ഓടാണ്. അവിടെ തിരിച്ചത്. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ഡിഫറൻസസ് ഇൻ ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. നിങ്ങളെ വെച്ച് നിങ്ങളുടെ കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവരുടെ ഇൻട്രസ്റ്റും ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ ഒരേപോലെയാണോ? അല്ല, വ്യത്യസ്തമാണ് അല്ലേ? പീപ്പിൾ വെറി ഇൻ ദർ ടേസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റ് അല്ലെ. എല്ലാവരുടെ എന്താണ് ഇഷ്ടങ്ങളിലും ടേസ്റ്റിലൊക്കെ എന്താണ് വ്യത്യാസമുണ്ട്. താല്പര്യങ്ങളും ടേസ്റ്റും വ്യത്യാസമുള്ളതാണ്. സം ഷോ ഇൻട്രസ്റ്റ് മീറ്റിംഗ് പീപ്പിൾ functions and are very interested in a group activities. Others will happy in loneliness. അപ്പൊ ഇതെന്താ പറയുന്നത്? അതായത് നമ്മള് ചില ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾക്ക് ചിലവർക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലേക്കായിരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലെ. കൂട്ടം കൂടി ഇരുന്നൊക്കെ സംസാരിക്കാനും ഇടപെടാനൊക്കെ ആയിരിക്കും ഇഷ്ടമുണ്ടാവും. പക്ഷെ അതേസമയം എന്താണ് അതേഴ്സ് ഫീൽ എങ്ങനെയാണ്? ഹാപ്പി ഇൻ ലോൺലെസ് ആൻഡ് അവോയ്ഡ് സോഷ്യൽ മീറ്റിംഗ്സ് ദ സെയിം വേ. ചിലവർക്ക് എങ്ങനെയാണ് ഒരുപാട് ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസസ് പറ്റില്ല. അവർക്ക് ഒറ്റയ്ക്ക് ഇരുന്നാലും അവിടെ എങ്ങനെയായിരിക്കും? ഹാപ്പി ആയിരിക്കും. പക്ഷെ ചിലർക്ക് എങ്ങനെയാണ് ആരും ഇല്ലാതെ ഇരിക്കാൻ പറ്റില്ല. ഗ്രൂപ്പായിട്ട് എന്തെങ്കിലും മീറ്റിംഗ് പറഞ്ഞിരിക്കാതെ സംസാരിക്കാതെ ഇതൊന്നും സാധ്യമല്ല. ചിലർക്ക് എങ്ങനെയാണ് ഒറ്റയ്ക്ക് ഇരുന്നാലും അവരുടെ അതിൽ എന്ത് കണ്ടെത്തുന്നുണ്ട്? ഹാപ്പിനെസ് കണ്ടെത്തുന്നുണ്ട്. അപ്പൊ അവരുടെ താല്പര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. ഓക്കെ. ദെൻ സോഷ്യൽ മീറ്റിംഗ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുന്നവരുണ്ടാവും. എന്തിനാണ് സോഷ്യൽ മീറ്റിംഗ്സ് അവർ അവോയ്ഡ് ചെയ്യുന്നത്? അവർക്ക് ക്രൗഡഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ പറ്റാത്തത് കൊണ്ട് അല്ലെ. അവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടം. ദെൻ പീപ്പിൾ ആർ ഫൗണ്ട് ടു ഹാവ് ഡിഫറെന്റ് ആപ്റ്റിറ്റ്യൂഡ്സ് അല്ലെ. എല്ലാവർക്കും എന്തൊക്കെയുണ്ട്? ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആപ്റ്റിറ്റ്യൂഡ് അഭിരുചി, നമ്മുടെ ടേസ്റ്റ്, നമ്മുടെ ഇൻട്രസ്റ്റിനാണ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എല്ലാവരിലും പലതരത്തിലാണ് ആപ്റ്റിറ്റ്യൂഡ്സ് കാണാൻ സാധിക്കും. സം ഹാവ് മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ്സ്. ചിലരിൽ എന്താണ്? മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ്സ് ആയിരിക്കും. അല്ലെങ്കിൽ സ്കോളസ്റ്റിക് ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മ്യൂസിക്കൽ ഓർ ആർട്ടിസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്താണ് മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്? മെക്കാനിക്കൽ അഭിരുചി അല്ലെ. മെക്കാനിക്കൽ അഭിരുചി എന്ന് പറയുമ്പോൾ എന്താ? എന്തെങ്കിലുമൊക്കെ റിപ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന യന്ത്രയാന്ത്രികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും മോട്ടോർ ആക്ടിവിറ്റീസുകൾ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും എന്താ പറയാ യന്ത്രങ്ങളുമായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും അല്ലെ. മെക്കാനിക്കൽ എന്തെങ്കിലും ഉണ്ടാക്കുന്ന ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടാവും അല്ലെ. അതുപോലെ തന്നെ സ്കോളസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കോളസ്റ്റിക് ശാസ്ത്രീയമായിട്ടുള്ള ശാസ്ത്രീയമായിട്ട് സയന്റിഫിക് ആയിട്ട് ചില കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ എക്സ്പീരിമെന്റ് ഒക്കെ ചെയ്യാം. അത്തരത്തിൽ ടേസ്റ്റ് ഉള്ളവരുണ്ടാവാം. മ്യൂസിക്കലി ടേസ്റ്റ് ഉള്ളവരുണ്ടാവും അല്ലെ. സംഗീതത്തിനോട് താല്പര്യമുള്ളവര്. അതുപോലെ തന്നെ എന്താണ് ആർട്ടിസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ്, അഭിനയത്തിനോട് അല്ലെങ്കിൽ എന്തെങ്കിലും അഭിനയം മാത്രമല്ല എന്തെങ്കിലും മറ്റ് ആർട്ട്പരമായിട്ടുള്ള കലാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും ടേസ്റ്റ് ഉള്ളവരുണ്ടാവും. അപ്പൊ ഓരോരുത്തരിൽ എന്താണ് പല രീതിയിലാണ് ആപ്റ്റിറ്റ്യൂഡ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അവിടെയും എന്തുണ്ട്? ഇൻഡിവിജ്വലി ഡിഫറൻസസ് നമുക്ക് കാണാൻ സാധിക്കും. ആ ആപ്റ്റിറ്റ്യൂഡ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിരുന്നേ. സം ഹാവ് മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, സ്കോളസ്റ്റിക്, മ്യൂസിക്കൽ ഓർ ആർട്ടിസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. ഓക്കെ. അണ്ടർലൈൻ ചെയ്തോ? യെസ് മാം. ഈ ഭാഗം കൂടി എടുക്കാമല്ലോ. അത് കംപ്ലീറ്റ് ചെയ്തേക്കാം. കഴിഞ്ഞത് അപ്പൊ മനസ്സിലായാലും എല്ലാവരും ഡിഫറൻസ് ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ആയിരിക്കും ഉണ്ടായിരിക്കും. എല്ലാവരും അഭിരുചിയില് വ്യത്യാസം ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വരുന്ന എന്താണ്? ഡിഫറൻസസ് ഇൻ ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് എന്താണ്? മനോഭാവം അല്ലെ. നമ്മളുടെ ഓരോരുത്തരിൽ ഉണ്ടാകുന്ന മനോഭാവങ്ങൾ ആറ്റിറ്റ്യൂഡിൽ എന്താണ്? വ്യത്യാസം ഉണ്ടായിരിക്കും. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ക്യാൻ ബി ഇൻ ദ ബിലീഫ്സ്. എന്തിലൊക്കെയാണ് നമുക്ക് വ്യത്യാസങ്ങൾ ഡിഫറൻസസ് ഉണ്ടാവുന്നത് ആറ്റിറ്റ്യൂഡില്? നമ്മുടെ ബിലീഫ്സ് അല്ലെ. നമ്മുടെ വിശ്വാസങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓരോ ആറ്റിറ്റ്യൂഡ് ഇപ്പോൾ ദൈവവിശ്വാസം ഉള്ളവരുണ്ടാവാം, ഇല്ലാത്തവരുണ്ടാവാം. രണ്ടിലും വിശ്വസിക്കാത്തവരുണ്ടാവാം. ദെൻ ഓപ്ഷൻസ്, അങ്ങനെ പല വിശ്വാസങ്ങൾ എന്താണ് വിശ്വാസങ്ങൾ മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ടാവാം. ദെൻ ഓപ്ഷൻസ് ആൻഡ് ഐഡിയാസ് ഓഫ് പീപ്പിൾസ്. പിന്നെന്താണ് ഓപ്ഷൻസ് ആൻഡ് ഐഡിയാസ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാല് എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്?
നമ്മുടെ വിശ്വാസങ്ങൾ പലതരത്തിലുള്ള ഓപ്ഷൻസ്, നമ്മുടെ ആശയങ്ങളിലൊക്കെ എന്താണ് വ്യത്യാസമായിട്ട് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നവരായിരിക്കും. നമുക്ക് ഓരോ കാര്യത്തിനോടും ഇപ്പൊ നടക്കുന്ന ഇപ്പൊ ലഹരി മരുന്നുകളോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും? ചിലർ വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നവരുണ്ടാവും. അതൊക്കെ ഒന്ന് ജീവിതത്തിൽ ആസ്വദിക്കേണ്ടതാണെന്ന് പറയുന്ന കുറച്ച് കാറ്റഗറി ആൾക്കാരുണ്ടോ. പക്ഷെ നേരെ എതിരുന്ന അഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നവരുണ്ട്. അപ്പൊ പലതിലും പല രീതിയിലുള്ള മനോഭാവങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, പല ഐഡിയാസ്, പല രീതിയിൽ ആശയങ്ങൾ ചിന്തിക്കുന്നവരായിരിക്കും. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആശയങ്ങളായിരിക്കും, ഒരു ഐഡിയാസ് രൂപപ്പെടുത്തുന്നവരായിരിക്കും. എല്ലാവർക്കും ഞാൻ ചിന്തിക്കുന്ന ആശയങ്ങളായിരിക്കില്ല നിങ്ങൾ ചിന്തിക്കുന്നത്. ഓക്കെ, നമ്മളുടെ അതിൽ വ്യത്യസ്തത ഉണ്ടാവും. Then they possess different attitudes towards different people, groups, objects, political and religious people. നമ്മൾക്ക് ഓരോ കാര്യത്തിനും പല രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ്സ് ആയിരിക്കും നമ്മള്. പീപ്പിൾ, ആൾക്കാരോട് നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും, ഒരു മനോഭാവമായിരിക്കും. ഒരു ഗ്രൂപ്പ്സിലിരിക്കുമ്പോൾ വേറൊരു മനോഭാവമായിരിക്കും. ഒബ്ജക്ട്സ്, എന്തെങ്കിലും വസ്തുക്കളോട് നമ്മൾക്ക് ഇപ്പൊ ഇഷ്ടപ്പെട്ട വസ്തുക്കളോട് നമ്മൾ എങ്ങനെയായിരിക്കും? ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുക്കൾ നമ്മൾ എപ്പോഴും കൂടെ ചേർത്തുകൊണ്ടിരിക്കും. പിന്നെ ഇഷ്ടമില്ലാത്ത വസ്തുക്കൾ നമ്മൾ മൈൻഡ് പോലും ചെയ്യണം. Then political and religious people. പിന്നെ എന്താണ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് പീപ്പിൾ എന്ന് പറയുന്നത്? രാഷ്ട്രീയ മതപരമായിട്ടുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങൾ. അവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ്സ് എങ്ങനെയാണ്? വളരെ വ്യത്യസ്തമായിരിക്കും അല്ലെ? അവര് വേറെ രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. മതപരമായ കാര്യങ്ങളും രാഷ്ട്രീയപരമായ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അവരുടെ ചിന്താഗതി തന്നെ വ്യത്യസ്തമാണ്. അവർ ഓൾറെഡി എന്താണ് സോഷ്യലൈസേഷൻ സംഭവിച്ച് അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് രാജ്യത്ത് വർക്ക് ചെയ്യുന്നവരാണ്. അവരുടെ ചിന്താഗതിയും ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ എന്താണ് ഒരുപാട് വ്യത്യാസങ്ങളുള്ളതായിരിക്കും. അപ്പൊ എന്താണ് ഡിഫറൻസ് ഇൻ ആറ്റിറ്റ്യൂഡ്? അപ്പൊ നമ്മുടെ വിശ്വാസങ്ങളിൽ, നമ്മുടെ ആശയങ്ങളിൽ, നമ്മുടെ ഐഡിയാസിൽ, നമ്മുടെ ഓപ്ഷൻ, നമ്മൾ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളൊക്കെ എന്തുണ്ട്? ഓരോരുത്തരിലും എന്തുണ്ട്? ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് എന്താണ്? ഇമോഷണൽ ഡിഫറൻസസ്. ഇമോഷണൽ ഡിഫറൻസ് ഇത് എളുപ്പമായതുകൊണ്ടാണ് വേഗം പറഞ്ഞോളൂ. മനസ്സിലാവുന്നില്ലേ? എല്ലാവരിലും എന്താണ്? വൈകാരികമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. Individual difference in the mode they express their emotions. In some individuals passions like love, affection, amusement, etc. നമ്മുടെ ഇമോഷൻസ് പലതരത്തിലാണ്. നമ്മൾ പല രീതിയിലുള്ള ഇമോഷൻസ് പുറപ്പെടുവിക്കും. അതായത് സ്നേഹം, ലവ് ആയിട്ട് കാണിക്കാം, അല്ലെങ്കിൽ അഫെക്ഷൻസ്. അഫെക്ഷൻ എന്താണ്? വാത്സല്യം, അല്ലെങ്കിൽ അമ്യൂസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത്ഭുതമായിട്ടുള്ള വികാരങ്ങൾ. അങ്ങനെ പലതരത്തിലുള്ള വികാരങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ പലരിലും പല രീതിയിലാണ്. ഇപ്പൊ ഏറ്റവും അത്ഭുതപരമായിട്ട് കാണുന്ന സാധനങ്ങൾ ചിലപ്പോൾ ചിലവര് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വലിയ അത്ഭുതമൊന്നും തോന്നില്ല. അത് അവരുടെ ചിന്ത, അവരുടെ ഇമോഷന്റെ വ്യത്യാസമുണ്ട്. ചിലവർക്ക് എന്താണ്? ഒരു നല്ല ഭംഗിയുള്ള പൂവുണ്ട്, ഭയങ്കര ഒരു അത്ഭുതമായിട്ട് അവരതിനെ ചിത്രീകരിക്കും. ചിലരത് മൈൻഡ് പോലും ചെയ്യണം. അപ്പൊ അവരിലൊക്കെ എന്താണ്? വ്യത്യാസങ്ങളാണ്. ഓരോ ചിന്തിക്കുന്ന ആംഗിൾ നോക്കുമ്പോൾ ഓരോരുത്തരും പല ആംഗിളിലൂടെയാണ് പലതും കാണുന്നത്. ഓക്കെ, അപ്പൊ ഇഷ്ടങ്ങളും താല്പര്യങ്ങളൊക്കെ എല്ലാവരിലും വ്യത്യസ്തമായി. Then are more prevalent while in others negative emotions are powerful. Negative emotions are powerful എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ഇമോഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ് നെഗറ്റീവ് ഇമോഷൻസ്? ദേഷ്യം, ദേഷ്യം, വാശി, ദേഷ്യം, വാശി, പിന്നെ എന്തൊക്കെയുണ്ട്? കുറെ ഉണ്ടല്ലോ. ദേഷ്യം, വാശി, അഹങ്കാരം, അസൂയ, പിന്നെ എന്തൊക്കെയുണ്ട്? കുത്തിത്തിരിപ്പ്, അങ്ങനെയൊക്കെ പറയാല്ലേ? കുത്തിത്തിരിപ്പ്, കുറ്റം കണ്ടുപിടിക്കൽ. കുറ്റം കണ്ടുപിടിക്കൽ. അതെങ്ങനെ മനസ്സിലായി? അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ. ഓക്കെ, അങ്ങനെ നെഗറ്റീവ് ഇമോഷൻസ് ചിലവരിൽ കൂടുതലായിരിക്കും അല്ലെ? ചിലവരിൽ നെഗറ്റീവ് ഇമോഷൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്നത്. എപ്പോഴും എന്താണ്? അവരിങ്ങനെ നിഷേധാത്മകമായ കാര്യങ്ങൾ മാത്രമായിരിക്കും പ്രകടിപ്പിക്കുക. എന്തിനും നോ എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരിക്കും. പക്ഷെ some are emotionally stable and mature while others are unstable and immature. ചിലവരെങ്ങനെയാണ്? ഇമോഷണലി സ്റ്റേബിൾ ആണ്, വൈകാരികമായിട്ട് അവർ സ്ഥിരതയുള്ളവരായിരിക്കും. അവർക്ക് ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നവരായിരിക്കും. കടയിൽ വന്നാലൊക്കെ പിടിച്ചിരിക്കാനും ഒരു സിറ്റുവേഷൻ വന്നത് മറികടിക്കാനുള്ള ഒരു ഇമോഷണൽ കപ്പാസിറ്റി അവർക്ക് ഉണ്ടായിരിക്കും. പക്ഷെ നേരെ മറിച്ച് പിന്നെന്താണ്? അവർ മെച്യൂർഡുമായിരിക്കും. ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കുന്നവരെ മെച്യൂർ ആയിരിക്കും, ശരിക്കും പക്വതയുള്ളവരും ആയിരിക്കും. നേരെ മറിച്ച് ഇനി മറ്റുള്ളവരെങ്ങനെയായിരിക്കും? അൺസ്റ്റേബിൾ, ഇമോഷൻസ് അൺസ്റ്റേബിൾ ആയിട്ട് കൈകാര്യം ചെയ്തിട്ട് വികാരങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയാത്തതുണ്ട് അല്ലെ? സങ്കടം വന്നു കഴിഞ്ഞാൽ പൊട്ടിക്കരഞ്ഞു, സന്തോഷം വന്നു കഴിഞ്ഞാൽ എന്താണ്? അമിതമായി ചിരിക്കും. അങ്ങനെ
വികാരങ്ങൾ ഒന്നും സ്റ്റേബിൾ അല്ല. ആണ് അത് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയില്ല. ഇപ്പൊ ഒരു പൊതുനിരത്തിലൊക്കെ എന്താണ് തോന്നിയ പോലെ ചിന്തിച്ചു കളയും. അപ്പൊ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ പല സ്വഭാവങ്ങളുണ്ട്. മരണ വീട്ടിൽ നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത് നമുക്കറിയാലോ. ഒരു മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കോ? ഇല്ല. പക്ഷെ ചിലവർക്ക് ഒരു അവയർനെസ് ഇല്ലാതെ അവിടെ നിന്ന് വട്ടഹസിച്ച് ചിരിച്ച് സംസാരിക്കുന്നവരുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്, അതൊക്കെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വലിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ കോമൺ സെൻസ് ഇല്ലാണ്ടാണ് കാണിക്കുന്നത്, അത് വേറെ കാര്യം. പക്ഷെ എന്താണ്, അതും അവരുടെ ഒരു എന്താണ് അവരുടെ ഒരു ഫിസിക്കൽ ഫീച്ചർ, അവരുടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാരക്ടറിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ബിഹേവിയറിന്റെ ഭാഗമായിട്ട് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, ചിലവർ ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കും, മെച്ചുവർ ആയിരിക്കും. ചിലവർ എങ്ങനെയായിരിക്കും, അൺസ്റ്റേബിൾ ആൻഡ് ഇംമെച്ചുവർ ആയിരിക്കും. ചിലവര് സ്റ്റേബിൾ, അവർക്ക് സ്ഥിരത ഉണ്ടാവില്ല. അതുപോലെ തന്നെ എന്താണ്, പക്വത ഇല്ലാത്ത രീതിയിലുള്ള ഇമോഷൻസ് കൈകാര്യം ചെയ്യാനും അത്തരം കപ്പാസിറ്റി ഉള്ള ആൾക്കാരും ഉണ്ടായിരിക്കും. അപ്പം ഇമോഷൻ ഡിഫറൻസസിലും ഓരോ വ്യക്തിയിലും എന്താ ഇമോഷൻ കൈകാര്യം ചെയ്യുന്ന കാര്യത്തില് ഓരോ വ്യക്തികളിലും വ്യക്തി വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി മാം. ആ ചാപ്റ്റർ കഴിഞ്ഞിട്ടോ. ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന ഭാഗം കഴിഞ്ഞു. ക്വസ്റ്റ്യൻസ് ഇട്ടാക്കാം കേട്ടോ. പിന്നെ ഇനി നമുക്ക് പാർട്ട് 4 അല്ലേ എടുക്കേണ്ടത്? പാർട്ട് 2 കംപ്ലീറ്റ് ആയി. പാർട്ട് 2 കംപ്ലീറ്റ് ആയി. പാർട്ട് 3 കംപ്ലീറ്റ് ആയോ? 3 കംപ്ലീറ്റ് ആയിട്ടില്ല മാം. അത് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നുണ്ട് അപർണ മിസ്സും കൂടി. പിന്നെ പാർട്ട് 4-ല് 3 ചാപ്റ്റർ എടുത്തായിരുന്നു. മാനേഴ്സ് അതൊക്കെ എടുത്തായിരുന്നു. സ്കൂൾ മാനേജ്മെന്റ് ഒക്കെ എടുത്തോ നിങ്ങൾക്ക്? ഇല്ലാതെ എടുത്തിട്ടില്ല. ടീച്ചർ അത് എടുക്കാം കേട്ടോ. സ്കൂൾ മാനേജ്മെന്റ് ആ ഭാഗങ്ങളൊക്കെ പാർട്ട് 4 കുറെ എളുപ്പമാണ്. പെട്ടെന്ന് തീരും ചാപ്റ്റേഴ്സ്. ഇനി അങ്ങോട്ട് പെട്ടെന്ന് പോകുള്ളൂ, വേഗം കഴിയും. ഓക്കെ, അപ്പൊ ശരി, നമുക്ക് വൈകിട്ട് ചെയ്യാം. സൈൻ ഔട്ട് ആരെങ്കിലും പറയുന്നുണ്ടോ? സൈൻ ഔട്ട് ചെയ്യാം. Let go of the past, focus on the present, look forward to the future. Remember, every ending marks a new beginning. കഴിഞ്ഞു പോയതൊക്കെ കഴിഞ്ഞതിനെ കുറിച്ച് ആലോചിക്കേണ്ടതില്ല. ഇന്നത്തേതിൽ മാത്രം കേന്ദ്രീകരിക്കുക. നല്ല നാളേക്കായി കാത്തിരിക്കുക. ശ്രദ്ധിക്കുക, ഓരോ അവസാനവും ഒരു നല്ലതിന്റെ തുടക്കമായിരിക്കും. സൈൻ ഔട്ട് ബൈ റിഷാന. വെരി ഗുഡ്. അപ്പൊ ശരി, താങ്ക് യു. ഒരു മാസം എങ്ങനെയാണ് നോമ്പ് നിങ്ങൾക്ക്? ഒരു മാസമാണോ? ഒരു മാസമാണ്. 4ാമത്തെ ദിവസം. പ്രാർത്ഥനകളും ഞങ്ങളെയും കൂടി ഉൾപ്പെടുത്തണം കേട്ടോ, പ്രാർത്ഥിക്കുമ്പോൾ. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. താങ്ക് യു.